പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ കോൺഗ്രസിനുള്ളിലെ മൗദൂദി അധിനിവേശത്തെ നിർവീര്യമാക്കുന്ന KC വേണുഗോപാൽ എന്നതാണ്. എന്തായാലും പ്രോ സംഘി എന്ന വ്യാജ ആഖ്യാനങ്ങൾ ചമച്ച് ഇടതുപക്ഷത്തെ മുൾമുനയിൽ നിർത്തിയ ബന്ദിയാക്കാൻ ശ്രമിച്ച മൗദൂദി ആഖ്യാനങ്ങൾക്ക് കോൺഗ്രസ് പുല്ലുവില പോലും കൽപ്പിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസിനുള്ളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ സമവാക്യങ്ങൾ നൽകുന്ന സൂചന. സി ദാവൂദിന്റെ നേതൃത്വത്തിലുള്ള ഇരുട്ടുമുറിയിലിരുന്ന് കോൺഗ്രസ് ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള ആ പ്രതീക്ഷകളെയാണ് മാത്യു കുഴൽനാടൻ ഇന്ന് തല്ലിത്തകർത്തത്. സംഘി എന്നുള്ള ആഖ്യാനം CPM-നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്താൻ സഹായകരമായ ഏറ്റവും നല്ല കണ്ടുപിടുത്തമാണെന്ന് തിരിച്ചറിഞ്ഞ മൗദൂദി ബുദ്ധിജീവികൾ കഴിഞ്ഞ ഇലക്ഷൻ കാലയളവിൽ അതിനു മുമ്പ് തന്നെ ഈ ആഖ്യാനം കേരള സമൂഹത്തിൽ സമർത്ഥമായി കൾട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിളവെടുപ്പായിരുന്നു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും. CPM പോലും ഒരുപക്ഷെ പകച്ചു നിന്നുപോയ ഒരു കാര്യമാണ് ഈ വ്യാജ ആഖ്യാനത്തെ എങ്ങനെ നേരിടണം എന്ന കാര്യം. എന്നാൽ കേരള നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ ഫലം വന്നു. വലിയ ഭൂരിപക്ഷത്തിൽ 100 ചില്ലാനം സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ UDF സംവിധാനം അധികാരത്തിലേറാൻ പോവുകയാണ്. ഈ 100 ചില്ലാനം സീറ്റ് എന്നുള്ളത് വളരെ പ്രസക്തിയാണ്. അതായത് മുസ്ലിം ലീഗ് മാറി നിന്നാൽ പോലും കോൺഗ്രസിന് കേരളത്തിൽ ഭരണം കൈയാളാൻ കഴിയും എന്നുള്ള സാഹചര്യമാണ് 100 ചില്ലാനം സീറ്റ് നിർമ്മിച്ചത്. ഒരുപക്ഷെ 80-85 സീറ്റ് ആയിരുന്നു UDF സംവിധാനത്തിൽ ലഭിച്ചതെങ്കിൽ ഇരുട്ടുമുറിയിൽ നിന്ന് സി ദാവൂദിന് UDF ഗവൺമെന്റിനെ സാംസ്കാരികപരമായും രാഷ്ട്രീയപരമായും നിയന്ത്രിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഇരുട്ടുമുറി ഹൈജാക്ക് ചെയ്യുന്ന ഒരവസ്ഥ സംജാതമുണ്ട്. ഭാഗ്യവശാൽ 100 ചില്ലാനം സീറ്റുകളോടെ അധികാരത്തിലേറുന്ന UDF സംവിധാനത്തിന് മൗദൂദികളെ മുസ്ലിം ലീഗുകാരെ അധികമായി ഭയക്കേണ്ടതില്ല എന്ന് വ്യക്തമാണ്. ആ വ്യക്തതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ KC വേണുഗോപാലിന് വേണ്ടി സംസാരിക്കുന്നത്. ലീഗിന്റെ സൈബർ ഹാൻഡിലുകൾ, മൗദൂദികളുടെ സൈബർ ഹാൻഡിലുകൾ VD സതീശന് വേണ്ടി ശക്തമായി വന്നുവെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ പിന്തുണ, അതേപോലെ ഹൈക്കമാൻഡിന്റെ പിന്തുണ നിലവിലെ സാഹചര്യത്തിൽ KC വേണുഗോപാലിനാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം കോൺഗ്രസിന് അങ്ങനെ മൗദൂദികളെ പേടിക്കേണ്ട കാര്യമില്ല, അല്ലെ മൗദൂദികൾ ചമയ്ക്കുന്ന പ്രോ സംഘി വ്യാഖ്യാനങ്ങളിൽ വിഫലപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ബാബറി മസ്ജിദ് ആരാധനയ്ക്ക് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. അത് തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ബാബറി മസ്ജിദ് തകർച്ചയെ സൈലന്റ് സ്പെക്ടേറ്ററായി നോക്കി നിന്നത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിന് ഇനി ഒരു പ്രോസംഗി ആരോപണം വലിയ അപകടമൊന്നും സൃഷ്ടിക്കില്ല എന്ന് ഏറ്റവും നന്നായി തിരിച്ചറിയുന്നത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്തിയ പോലെ അത്തരം ഭീഷണികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ മേലെ നടക്കില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് കേരളത്തിൽ ഭരിക്കണമെങ്കിൽ കേരളത്തിലുള്ള എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ക്രിസംഖികൾ, സഭയുടെ രാഷ്ട്രീയം പറയുന്ന ക്രിസംഖികളുടെ പിന്തുണ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നായർ സമുദായ സംഘടനകളുടെയും പിന്തുണ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മൗദൂദിസ്റ്റുകളുടെ ആഖ്യാനങ്ങൾക്കനുസരിച്ച് ഭരിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ഏറ്റവും നന്നായിട്ടുള്ളത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനാണ്. അതുകൊണ്ട് തന്നെയാണ് VD സതീശനെ പ്രാഥമികമായി തന്നെ കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുന്നത്. സവിശേഷമായ ഒരു സാഹചര്യം കേരള നിയമസഭയിലുണ്ട്. പ്രതിപക്ഷത്ത് ആളാണെങ്കിൽ കൂടി BJP ഒരു പ്രതിപക്ഷ സാന്നിധ്യമായി കേരള നിയമസഭയിൽ വന്നു കഴിഞ്ഞു. ഇപ്പം BJPയുടെ ഇനിയുള്ള നടപടികളെല്ലാം തന്നെ ഈ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന രൂപത്തിലുള്ള നടപടിക്രമങ്ങളായിരുന്നു. മൗദൂദികളാണ് കേരളത്തെ ഭരിക്കുന്നത് എന്നൊരു ആഖ്യാനം നിർമ്മിക്കപ്പെട്ടാൽ അത് ഏറ്റവും നന്നായി ബാധിക്കുക UDF-ലെ ഭൂരിപക്ഷ സമുദായങ്ങളിലെ വോട്ട് ബാങ്കിനെ ആയിരിക്കും എന്ന് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം.
മാത്രവുമല്ല BJPയുടെ വളർച്ച ഇനി അത്തരം രാഷ്ട്രീയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. കാരണം സമുദായങ്ങളെ മാനേജ് ചെയ്യാൻ, ഏറ്റവും ഭംഗിയായി മാനേജ് ചെയ്യാൻ ഏറ്റവും സമർത്ഥരായ രാഷ്ട്രീയക്കാർ ഉണ്ടായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് UDF എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൗദൂദി വ്യാമോഹങ്ങളെ പാടെ തള്ളിക്കളയാൻ അല്ലെങ്കിൽ മുളയിൽ നിന്നുള്ള UDF സംവിധാനം തയ്യാറാകുന്നത് ഈ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പരിഗണിച്ചാൽ തന്നെ അറിയാം, കേരളത്തിലെ BJPക്ക് പിന്തുണ നൽകിയ ഭൂരിപക്ഷ സമുദായങ്ങൾ ഇത്തവണ പിന്തുണച്ചത് UDFനെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം സമുദായങ്ങളുടെ, അത്തരം വരേണ്യ താല്പര്യങ്ങളുടെ പ്രാതിനിധ്യം കൂടി വഹിക്കാൻ UDF സംവിധാനം നിർബന്ധിക്കപ്പെടണം. ഇത് കേവലം ന്യൂനപക്ഷങ്ങളുടെ ഭരണകൂടമല്ല, മറിച്ച് എല്ലാവരുടെയും ആണ് എന്ന് വരുത്തി തീർക്കാൻ UDFന് ശ്രമിക്കേണ്ടത്. UDF അതിന് കിണഞ്ഞു പരിശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെയൊക്കെയാണ് മൗദൂദി വ്യാമോഹങ്ങൾ തകർന്നു പോകുന്ന ഒരിടം എന്ന് പറയുന്നത്. ഭരണത്തിൽ ഇല്ലാത്തതുകൊണ്ട് LDFനെ ഇനി അധികം മൗദൂദികൾക്ക് തകർക്കാൻ കഴിയില്ല. കാരണം ഭരണത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു മൗദൂദികളുടെ അജണ്ട എന്നുള്ളത്. RSSുമായി മൗദൂദികൾ നടത്തിയ ഡീലിന്റെ അന്തസ്സത്ത തന്നെ ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാൽ നയിക്കപ്പെടുന്ന ഭരണകൂടത്തെ അധികാരഭ്രഷ്ടമാക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് 5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലാതായി മാറുന്നത്. അത്തരം അജണ്ടകളിൽ വിജയിച്ചാൽ മൗദൂദിയുടെ ഉറപ്പിനേൽക്കുന്ന ഏറ്റവും വലിയ ആഘാതമാണ് UDF ഭരണ സംവിധാനത്തെ നയിക്കാനെത്താനിടയുള്ള സാഹചര്യം എന്ന് പറയും. എന്തായാലും പുറമേയുള്ള കാഴ്ചക്കാർക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം രസകരമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നായിരിക്കും UDF ഭരണ സംവിധാനം എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ.